വിശദമായി നോക്കാം. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. പാലോട് സ്വദേശിനി സോനയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പെൺകുട്ടി. ഇന്നലെ രാത്രിയാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് സോനുവിനെ തള്ളിയിട്ടത്. മദ്യപിച്ചെത്തിയ പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറാണ് പെൺകുട്ടിയെ ആക്രമിച്ച് പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടത്. സോനുവിന്റെ സുഹൃത്ത് അർച്ചനയെയും പ്രതി ആക്രമിച്ചു. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. സീറ്റിനടുത്ത് നിന്ന് മാറാത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്ന, എല്ലാ സ്ത്രീകൾക്കും ഭയപ്പാടുണ്ടാക്കുന്ന ഒരു വലിയ സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. സൗമ്യയെ നമ്മളൊന്നും മറന്നിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ ഇത് ഒറ്റപ്പെട്ടതല്ല, ഇത് ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സംഭവം സൂചിപ്പിക്കുന്നത്. ആദ്യം അറിയേണ്ടത് ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില അതെങ്ങനെയാണ്? ആരോഗ്യനില നിലവിൽ നേരിയ പുരോഗതി കൈവന്നിട്ടുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് ഐസിയുവിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഡോക്ടർമാരുടെ കർശനമായ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഇപ്പോഴും ഈ 19 വയസ്സുകാരി. ഇന്നലെ ആന്തരിക രക്തസ്രാവമാണ് ഒരു വെല്ലുവിളിയായി ഉണ്ടായിരുന്നത്. അതിന് ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം അബോധാവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. ബോധാവസ്ഥ വീണ്ടെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം ഈ പ്രതി സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചതായാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്ന സൂചന. ഇന്ന് CJN കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. അതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണ്. ഇയാൾ ഏറ്റവും ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ട്രെയിനിന്റെ സീറ്റിന് സമീപത്ത് നിന്ന് മാറാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് ഇങ്ങനെയൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ്. അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ മറ്റ് യാത്രക്കാരിൽ നിന്നും ഇന്നലെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്, RPFന് ലഭിച്ചിരുന്നു. ഈ പ്രകോപനത്തെ തുടർന്നാണ് ഈ രണ്ട് പെൺകുട്ടികളെ ഒരേ സമയം ചവിട്ടി പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചത്. മദ്യലഹരിയിലാണ് ഈ ആക്രമണം ഈ സുരേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന്, പനച്ചിമൂട് സ്വദേശിയായ സുരേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിൽ ഒരാൾ, ഈ 19 വയസ്സുകാരിയായ സോന, പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ചവിട്ടേറ്റ്. മറ്റൊരാൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അർച്ചന എന്ന സുഹൃത്താണ് അങ്ങനെ രക്ഷപ്പെട്ടത്. തുടർന്ന് യാത്രക്കാർ ഇയാളെ പിടിച്ചുവെച്ച് റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലാണ് നടന്നത്. ആദ്യം പരസ്പര വിരുദ്ധമായാണ് കാര്യങ്ങളോട് പ്രതികരിച്ചിരുന്നത്. കാരണം അത്രമാത്രം മദ്യലഹരിയിലായിരുന്നു ഇയാൾ. ഇയാൾ ഒരു സ്ഥിരം മദ്യപാനി തന്നെ എന്നുള്ള വിവരങ്ങളാണ് RPFന് ഇതുവരെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള. മറ്റ് വിശദാംശങ്ങളൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ CJN കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വലിയൊരു ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഡാൻ, ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് പോലീസ് എന്താണ് പറയുന്നത്? ഇയാൾ ഇതിനു മുൻപ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാളാണോ? എന്തെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ പ്രതി? അങ്ങനത്തെ വിവരങ്ങളൊന്നും ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒരു സ്ഥിരം മദ്യപാനിയാണെന്ന കാര്യം മാത്രമാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. ഇതൊരു ഈ ലൈംഗിക അതിക്രമമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമമൊന്നും ആയിരുന്നില്ല. ഒരു മുൻപരിചയവും ഇല്ലാത്ത യാത്രക്കാരായിരുന്നു, പെൺകുട്ടികളായിരുന്നവർ. അവരോട് സീറ്റിനടുത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് മാറാതിരുന്നതിനെ തുടർന്നുണ്ടായ തർക്കം പ്രകോപനത്തിലേക്ക് നയിക്കുകയും അങ്ങനെ പ്രകോപനത്തിനൊടുവിൽ അവരെ ഇരുവരെയും ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചവിട്ടിയത്. ആ ചവിട്ടേറ്റ് തെറിച്ചു വീണത് ഈ 19-കാരിയായ പാലോട് സ്വദേശിനിയായ സോനയാണ്. മറ്റൊരാൾ തലനാരിഴയ്ക്ക് അവിടെ നിന്ന് മാറി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ച പരിശോധന കൃത്യമായിട്ട് തന്നെ പോലീസ് നടത്തുന്നുണ്ട്. RPF പോലീസിന്റെ സഹായത്തോടെ ഈ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ മദ്യപാനിയായിരുന്നു, സ്ഥിരം മദ്യപാനിയായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു അക്രമവാസന എപ്പോഴെങ്കിലും കാണിക്കുകയോ നേരത്തെ ഇത്തരം ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുകയോ ചെയ്തിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ വഴിയിലേക്കൊക്കെ പരിശോധന തുടരുകയാണ്. ഈ ട്രെയിനിലുണ്ടായിരുന്ന മറ്റ് സഹയാത്രക്കാരാണോ ഈ പ്രതിയെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചത്, റെയിൽവേ പോലീസിനെ ഏൽപ്പിച്ചത്? ഈ അർച്ചന, ഈ കൂടെ ഉണ്ടായിരുന്ന, ഈ സോനുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അർച്ചനയായിരിക്കുമല്ലോ അല്ലെ ബഹളം വെച്ച് മറ്റുള്ള ആളുകളെ അറിയിച്ചത്? അടുത്തടുത്ത് എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് നേരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനപരമായ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ എല്ലാവരും അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇയാൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ തടഞ്ഞു വെക്കുകയായിരുന്നു. തടഞ്ഞു വെച്ചിട്ട് ഉടൻ തന്നെ
ചെയിൻ വലിക്കുന്നു. ചെയിൻ വലിച്ച ശേഷം ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നു. പിന്നീട് കൊച്ചുവേളിയിൽ വെച്ചാണ് ഇയാളെ കൈമാറുന്നത്. അങ്ങനെയാണ് ഇന്നലെ അടക്കം പുറത്തുവന്ന വിവരങ്ങൾ. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ RPFന് കൈമാറുകയായിരുന്നു. അവിടെ സ്ഥലത്ത് നിന്ന് തന്നെ ഈ അർച്ചന ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് ഇന്നലെ സംസാരിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. തന്നെയും ലക്ഷ്യം വെച്ചിരുന്നു. 2 പേർക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതിൽ ദൗർഭാഗ്യവശാൽ സോന തെറിച്ചു വീഴുകയായിരുന്നു പുറത്തേക്ക്. താൻ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അർച്ചന ഇന്നലെ പറഞ്ഞത്. അതായത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം, മദ്യലഹരിയിൽ ആഞ്ഞു ചവിട്ടുന്നു. ആ ചവിട്ടേറ്റ് ഈ 19കാരി തെറിച്ച് പുറത്തേക്ക് വീഴുകയായിരുന്നു. വലിയൊരു അപകടം, ദാരുണമായ സംഭവങ്ങൾക്ക് ആണ് ഇന്നലെ രാത്രി കേരള എക്സ്പ്രസിന്റെ പിൻവശത്തുള്ള ജനറൽ കമ്പാർട്ട്മെന്റ്. ശരി ഡാൻ, ഞാൻ വരാം. ഇപ്പോൾ ട്രെയിൻ യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിയോൺസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ലിയോൺസ്, നമ്മൾ ഏറെ, പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതുണ്ട്. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും നമ്മളും നമ്മുടെ അനിയത്തിമാരും സഹോദരിമാരും അമ്മമാരും എല്ലാവരും സ്ഥിരം യാത്ര ചെയ്യുന്നതാണ് ട്രെയിനിൽ. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മൾ സൗമ്യൊന്നും മറന്നിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും ഒരു സംഭവം, അതും യാതൊരു പ്രകോപനവും ഉണ്ടാവാതെ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്ക് തള്ളുന്നു. എന്താണ് പറയാനുള്ളത്? വളരെ സങ്കടകരമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ യാത്രക്കാരുടെ സംഘടന എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടുകൂടി നമ്മൾ റെയിൽവേയോട് പല തവണ ആവശ്യപ്പെട്ടതാണ്. ഇത് സ്ട്രെങ്ത് കുറവാണ്. എല്ലാ ട്രെയിനുകളിലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകാറില്ല. ഈ ഒരു അവസ്ഥ വളരെ നാളായി നമ്മൾ പറയുമ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയാണ്. പക്ഷേ ഈ കുറവ് നികത്താൻ, ഈ കുറവ് കൂട്ടാനുള്ള ഒരു നടപടിയും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അന്ന് ഉണ്ടായിരുന്ന സ്ട്രെങ്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഏത് സമയത്തും ആരും ആക്രമിക്കപ്പെടാവുന്ന അവസ്ഥയാണ്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും യാത്രക്കാരായാലും നമ്മൾ അവയർനെസ് വീഡിയോസ് മാത്രം പുറത്തു വിട്ടിട്ട് കാര്യമില്ല. ശ്രീ ലിയോൺസ്, സാധാരണ ഇത്തരത്തിൽ ദീർഘദൂര ട്രെയിനിലൊക്കെ പോലീസിന്റെ ഒരു റോന്ത് ചുറ്റൽ ഉണ്ടാവാറുണ്ട്, പോലീസിന്റെ ഉണ്ടാവാറുണ്ട്, സൈന്യത്തിന്റെ ഉണ്ടാവാറുണ്ട്. അവർ ഒരു റോന്ത് ചുറ്റൽ അവരത് കാണാറുണ്ട് സാധാരണ. പക്ഷെ ഇവിടെ ഇന്നലെ അത് ഉണ്ടായില്ലേ? അല്ല, റോന്ത് ചുറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം 1-2 ട്രെയിനുകളിലോ അല്ലെങ്കിൽ അല്ലാതെ റോന്ത് ചുറ്റൽ ഉണ്ടായിട്ട് കാര്യമില്ല. എല്ലാ ട്രെയിനുകളിലും അതിനകത്ത് എല്ലാ ബോഗികളിലെങ്കിലും അല്ലെങ്കിൽ ഒരു 3-4 ബോഗികൾ അടുപ്പിച്ചെങ്കിലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഇവർക്ക് ബോധ്യപ്പെടണം. അതായത് സ്ഥിരം കുറ്റവാളികളുണ്ട്. ഇതിപ്പോ ഇന്നലെ ഉണ്ടായത് മദ്യപിച്ചിട്ടുണ്ടായതാണെന്ന് നമുക്ക് പറയാം. പക്ഷെ എങ്കിൽ തന്നെയും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടില്ല. അപ്പൊ അതിന് നടപടി എടുക്കേണ്ടത്, നമ്മളിതുപോലെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വാർത്ത വരും, സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 2 ദിവസം ഈ ഒരു വാർത്ത ഇങ്ങനെ കത്തി നിൽക്കുമെന്നല്ലാതെ ഒരു നടപടിയും ഇതിനെ തുടർന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇനി എന്ത് നടപടി വേണമെന്നാണ് താങ്കൾ പറയുന്നത്? നടപടി വേണ്ടത്, നമുക്കിപ്പം യാത്രക്കാർക്ക് ഒരു പരിമിതിയുണ്ട്.